എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും നിക്കോണിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡലായ C9 നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ C6 II, C7 II, പിന്നെ C5 അങ്ങനെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലെൻസസും എല്ലാ ക്യാമറയും നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ DSLR സെഗ്മെൻറ്റിലുള്ള D850, D780 തുടങ്ങിയ ക്യാമറകളും ഇവിടെ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ C9 തന്നെയാണ്. നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള C9നെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 8K 60p വരെ ഇൻബിൽറ്റ് ആയിട്ട് വിത്തൗട്ട് എനി ഒരു വേറൊരു റെക്കോർഡർ പോലും ഉപയോഗിക്കാതെ ഇൻബിൽറ്റ് നമുക്ക് കാർഡിൽ തന്നെ നമുക്കൊരു 8K 60 വരെ റോ ഫയൽസ് നിക്കോൺ റോ ഫയൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിൽ കം വീഡിയോ രണ്ടിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് C9. അതുപോലെ തന്നെ പ്രോറസിലാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് വീഡിയോ ഷൂട്ടേഴ്സിനെ സംബന്ധിച്ച് പ്രോറസ് അല്ലെങ്കിൽ നിക്കോൺ ലോഗ് സിസ്റ്റം ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതെല്ലാം ഇൻറ്റേർണലി തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് C9. അപ്പോൾ അതാണ് നമ്മളിന്നിവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ സെയിം ക്യാമറ നമുക്ക് വൈൽഡ് ലൈഫിനാണെങ്കിലും സ്പോർട്സിനാണെങ്കിലും ഒരേപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന പെർ സെക്കൻഡ് 120 ഫ്രെയിംസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്യാമറയില്ല ഈ ഒരു കൈൻഡ് ഓഫ് സെഗ്മെൻറ്റിൽ. അപ്പോൾ അതുപോലൊരു ക്യാമറയാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിക്കോൺ ഫാൻസിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ലെൻസ് നമ്മൾ ഇന്നിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 58mm 0.95 എന്ന് പറയുന്ന ഒരു ലെൻസ് നമ്മുടെ അവിടെ ലെൻസ് സോണിൽ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു ബ്രാൻഡിലും ഇല്ലാത്ത അത്രയും വൈഡായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ലെൻസ് വേൾഡിൽ തന്നെ ഇല്ല. 0.95 എന്ന് പറയുന്ന മാനുവൽ ഫോക്കസിങ് ലെൻസാണ് അത്. ആ ലെൻസ് കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ്. അപ്പോൾ ആ ഒരു ലെൻസ് നമ്മളിവിടെ ഈ സ്റ്റോളിൽ വരുന്ന കസ്റ്റമേഴ്സിനായിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോളിൽ എല്ലാവരും വന്ന് ലെൻസൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ലെൻസും ക്യാമറയും ഒരേപോലെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു എവ്രി വൺ. മിറർലെസ് ക്യാമറകളുണ്ട്, DSLR ക്യാമറയുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മിറർലെസ് വന്നിരിക്കുന്നത് EOS R5 എന്നുള്ള ക്യാമറയാണ്. പിന്നെ ഈ EOS R5 ഉണ്ട്, R6 ഉണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് 2 ക്യാമറ അപ്ഡേറ്റ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് R7 ആൻഡ് R10. അത് ലോഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. നെക്സ്റ്റ് മാസത്തോടുകൂടി അത് ഇവിടെ അവൈലബിൾ ആവും. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലെൻസുകൾ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് ഡെമോയ്ക്ക്. 2870, 7200, 2.8 ഇങ്ങനെയുള്ള ലെൻസുകളൊക്കെ ഉണ്ട്. പിന്നെ അതിനുപരിയായിട്ട് ക്യാനോണിൻ്റെ പുതിയ പ്രിൻറ്റേഴ്സ് വരുന്നുണ്ട്. അത് 6 കളറിൻ്റെയാണ് വരുന്നത്. 6 ഇങ്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡെപ്തുള്ള ഇമേജ് കിട്ടും. ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, റേറ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി അതർ ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പോൾ. ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് പറയാനായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഈ പറയുന്ന പോലെ ഇവിടെ ഇന്ന് മൊത്തത്തിലൊരു എൻജോയ്മെൻറ്റ് മോഡിലാണ്. ആൾക്കാർക്ക് ലൈവ് ചെയ്യാനായിട്ട് ലൈവ് ഷൂട്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് കണ്ടു കേട്ട് പോവാം. Satish from Sony India, and today actually we are in Kerala, and especially Angamali is like a special for us. And here, like Sony is, you know that you see that we are promoting here our premium camera A1. So the A1 is a high resolution and high speed camera, and it's a premium model here. And also in entry level 7, Mark IV is also very famous here. Most of the wedding photographer are not, every photographer they're planning to go for that. So those two models mainly we are highlighting here, and especially glasses. So Sony means premium. So we are here highlighting like which is what customer required.
So that lenses we have here, G Master lenses. So Sony we have lined up with the 70 lenses. In that 20 lenses are G Master. In that actually 85mm, 24mm, 70-200, all the lenses we displayed here. So we are focusing on premium camera lineup and premium lenses. So now the idea is Sony for this year onwards. So we are not only focusing on the wedding photographers, and now actually we are planning for YouTubers, video bloggers, content creators and cinematographers. So we do have a ZV-E10 cameras for YouTubers and content creators. Apart from that, for cinema people, we have a Venice camera here, and FX3, FX6 cinema lineup also we displayed here. So we are planning to develop this market as well for cinema thing. So apart from that, actually you can see that that lenses and everything. So Sony means lens to living room, every solution is available. That is Sony, that is Sony Alpha. So thank you so much. അവൈലബിൾ ആയിട്ടുള്ള ക്യാമറകൾ എന്ന് പറയുന്നത് S5 ഉണ്ട്, S1 ഉണ്ട്, S1R ഉണ്ട്, S1H ഉണ്ട്, BSH ഉണ്ട്, GH6 ഉണ്ട്. ഇത്രയും മോഡലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. GH6 എന്ന് പറയുന്നത് GH5ൻ്റെ പുതിയ അപ്ഡേഷനായിട്ടുള്ള മോഡലാണ്. അതൊരു മൈക്രോ ഫോർ കെയുടെ ക്യാമറയാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് ഇന്ത്യനിൽ റോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുൾ HD 300 സ്ലോ മോഷൻ, 4K 120 സ്ലോ മോഷനൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ GH6-നകത്തുണ്ട്. അതുപോലെ തന്നെ S5 എന്ന് പറഞ്ഞ മോഡൽ ഹൈബ്രിഡ് മോഡലാണ്. സ്റ്റില്ലും വീഡിയോ എടുക്കാവുന്ന ഒരു മോഡലാണ് S5 എന്ന് പറഞ്ഞ മോഡൽ. വീഡിയോ 4K ഇന്ത്യനിൽ 10 ബിറ്റ് വരെ ഓപ്ഷൻ ഉണ്ട് S5-നകത്ത് വരുന്നത്. പിന്നെ S1H എന്ന് പറഞ്ഞ മോഡലുണ്ട്. അത് സിനിമ ക്യാമറയാണ്. അതിൽ ഓൾറെഡി തന്നെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ പുതിയൊരു മോഡലാണ് BSH എന്ന് പറഞ്ഞ മോഡൽ. BSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫസ്റ്റ് ഫുൾ ഫ്രെയിം ബോക്സ് ടൈപ്പ് ക്യാമറയാണ്. ആദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റിയ വേറൊരു മോഡൽ റെഡിൻ്റെ കൊമോഡോ എന്ന് പറഞ്ഞ മോഡലാണ്. പക്ഷേ അത് സൂപ്പർ 35mm സെൻസറാണ്. അതേപോലത്തെ ഒരു മറ്റൊരു മോഡലാണ് BSH ഉണ്ട്. ഇതൊക്കെയാണ് പാനസോണിക്കിൻ്റെ ഫുൾ ഫ്രെയിം സെഗ്മെൻറ്റിലുള്ള മോഡൽ. പിന്നെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാനുള്ള സെഗ്മെൻറ്റ് G85 അങ്ങനെ കുറേ മോഡലുണ്ട്. G100 എന്നൊക്കെ പറഞ്ഞ മോഡലുണ്ട്. സ്റ്റോളിലാണ്. നമുക്കിവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ ഡിസ്പ്ലേക്ക് ഉണ്ട്. അതായത് ഫ്യൂജിയുടെ 2 ടൈപ്പ് സെൻസേഴ്സായ APS-യും മീഡിയം ഫോർമാറ്റുമാണ് വരുന്നത്. അപ്പോൾ നമുക്കത് വന്ന് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ മോഡലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലെൻസ് ലൈനപ്പുകളും അവൈലബിൾ ആണ്. അതുകൂടാതെ ഫ്യൂജിയുടെ പുതിയൊരു ക്യാമറ അടുത്ത മാസം, അതായത് ജൂലൈ 15 ശേഷം ലോഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലോഞ്ച് ആവുന്നതിന് മുമ്പേ ആ ക്യാമറ നമ്മൾ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഡീലർ ഷോപ്പിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അതായത് നമുക്ക് വീഡിയോയിലും അതുപോലെ തന്നെ ഫോട്ടോയിലും എടുക്കാൻ പറ്റിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറയാണ് XH2 എന്ന് പറഞ്ഞ ക്യാമറ. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് വീഡിയോ 6K വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ മറ്റുള്ള ഒരുവിധ ലെൻസ് ലൈനപ്പും ബോഡികളും ഓൾറെഡി ഇവിടെ അവൈലബിൾ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. From Tamron. I handle Tamron products for South India. Here we are displaying our Tamron lineup of
lenses, mainly for Sony E-mount lenses. And Tamron, Canon and Nikon mount lenses are also displayed. And this is our new Fuji lens, which will be launched next month, 1770 f2.8. Apart from this, the exhibition is overall went on very well. We have here displayed our one more new lens, which is 35-150, which is our hard selling and prime lens. 35-150 f2 to 2.8, world's first this kind of an aperture. So a lot of people from past yesterday and today, a lot of people are coming here to test only this lens. നമസ്കാരം, എല്ലാവർക്കും അപ്യൂച്ചറിൻ്റെ കൗണ്ടറിലേക്ക് സ്വാഗതം. സോ ഈ ടോട്ടലി കാണുന്നതാണ് നമ്മുടെ ഫുള്ള് അപ്യൂച്ചർ, അതുപോലെ തന്നെ അപ്യൂച്ചറിൻ്റെ സീരീസ് ആയിട്ടുള്ള അമറാൻ, അപ്യൂച്ചറിൻ്റെ തന്നെ ബേസ് ആയിട്ടുള്ള കമ്പനി തന്നെയാണ് അമറാൻ. നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫിലിം മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈറ്റുകളാണ്. അതുപോലെ നമുക്കറിയാം അപ്യൂച്ചറിൻ്റെ ഏറ്റവും പുതിയ മോഡലുകളായിട്ടുള്ള 1200D, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമുക്ക് ഡേ ലൈറ്റിലൊക്കെ ഫിലിം ലൈറ്റിങ്ങിന് അതുപോലെ തന്നെ ഇവൻറ്റ്സ് ഒക്കെ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള 1200D Pro ലൈറ്റാണ് ആ കാണുന്നത്. അതിൻ്റെ സോപ്പ് ബോക്സ് അനുബന്ധമായിട്ടുള്ള കംപ്ലീറ്റ് ആക്സസറീസ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിലുണ്ട്. അതുപോലെ തന്നെ നോവ 600 ഏറ്റവും പുതിയ ലോഞ്ചാണ് വന്നിരിക്കുന്നത്, അതവിടെ ഉണ്ട്. P600 മുതൽ കംപ്ലീറ്റ് അപ്യൂച്ചറിൻ്റെ കംപ്ലീറ്റ് ലൈറ്റുകൾ ഇവിടെയുണ്ട്. സെൻറ്ററായിട്ട് തന്നെയാണ് എക്സ്പോയുടെ നമ്മുടെ സ്റ്റാൾ വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ മോഡലുള്ള 600C, 600D, അതുപോലെ തന്നെ 600X Pro, ഏറ്റവും പുതിയ ലൈറ്റ് സോപ്പ് ബോക്സുകൾ കംപ്ലീറ്റ് എല്ലാം ഉണ്ട്. നമുക്കറിയാം ഒരുപാട് പുതിയ സിനിമകളും അതുപോലെ തന്നെ ഒരുപാട് ഇവൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ അപ്യൂച്ചർ ലൈറ്റുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അപ്യൂച്ചറിൻ്റെ ലൈറ്റിൻ്റെയും എല്ലാവർക്കും നമ്മുടെ കൗണ്ടറിലോട്ട് സ്വാഗതം. ഹവായി LED സ്ക്രീനാണ്. നമ്മുടെ കൊച്ചി ഹെഡ് ഓഫീസ് എടപ്പള്ളിയിലാണ് നമ്മുടെ ഓഫീസ്. നമുക്ക് ഇൻഡോർ ഔട്ട്ഡോറിലായിട്ട് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന LED സ്ക്രീനുകളാണ് നമ്മുടേത്. അപ്പോൾ അതിൽ ഇവൻറ്റ് മേഖലയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലാതെ അഡ്വർടൈസിങ് മേഖലയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ 2 വർഷം വാറണ്ടി കാര്യങ്ങൾ ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് പ്രൊഡക്റ്റുകളാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ്. നമ്മുടെ ഓൺ R&D ഡെവലപ്മെൻറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓൺ പ്രൊഡക്റ്റുകളാണ്, പാറ്റേൺ പ്രൊഡക്റ്റുകളാണ്. എല്ലാം ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇഷ്യൂ വന്നാലും, ഈ ഫീൽഡുമായിട്ട് റിലേറ്റഡ് എന്ത് ഇഷ്യൂ, നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് നമ്മുടെ കമ്പനിയുടെ കയ്യിലുണ്ട്. ആ ഒരു ലെവലിലുള്ള സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ.